നീ ഇതെവിടെയായിരുന്നു? ഞാൻ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് പുറത്തു പോയിക്കായിരുന്നു. എന്നിട്ട് കാര്യം നടന്നു? നടന്നു. ഡേയ്, പഠിത്തത്തിലാണ്. നിനക്കിപ്പോഴും ആ പഴയ പെങ്കൊച്ചോട്ട് ബന്ധമുണ്ടോ? ഞങ്ങളൊന്ന് കണ്ടെന്നുള്ളൂ, വെറുതെ ഒരു കാഷ്വൽ മീറ്റിംഗ്, അത്രേ ഉള്ളൂ. ഞാൻ പോയി ഒരു ഷെയ്ക്ക് അടിച്ചിട്ട് വരാം, മൊത്തത്തിലൊന്ന് തണുക്കേണ്ട ആവശ്യമുണ്ട്. എന്താ അതിന്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെയായിട്ട് ഒന്നും പഠിക്കരുത്, വെറുതെ എങ്ങനെ ഓരോന്ന് കാണിച്ച് ജീവിതം കളഞ്ഞു. അതിപ്പോ ഇവിടെ തന്നെ ഇത്ര ഉറച്ചൊരു ബന്ധം നീ എന്താ വേണ്ടെന്ന് വെച്ചത്? കല്യാണത്തിന്റെ കാര്യമല്ലേ, ആലോചിച്ച് തീരുമാനിക്കാന്ന് വിചാരിച്ചു. ഓ, അല്ലാതെ അവളെ കൊണ്ടോട്ടല്ല. വാ തുറന്ന് ഉത്തരം പറയടാ. ഞാൻ പറഞ്ഞല്ലോ, കാണാൻ വേണ്ടി പോയതല്ല. എടാ, കുറച്ച് ഡിസിപ്ലിനായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നാഷണൽ ലെവലിലെ അത്ലറ്റ് ആയിരുന്നു നീ. എനിക്കൊന്നും ചെറുപ്പത്തിൽ ആഗ്രഹിക്കാൻ പറ്റാത്ത സൗകര്യങ്ങളാണ് നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ളൂ. അതൊക്കെ നീ കളഞ്ഞത് ആ പെണ്ണിൻ്റെ പേരിലല്ലേ? കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കെടുത്തെന്ന് വിചാരിച്ചപ്പോൾ ഉടനെ ആ പെണ്ണിനെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു. പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക്? അത്രയ്ക്ക് ഫുള്ളാണോ നീ? അതെ, ഞാൻ ഫൂളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പങ്കും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചിലവഴിച്ച ഞാൻ ഫൂളാണ്. ഞാൻ പറഞ്ഞു ബാബുജി, എനിക്ക് അത്ലറ്റ് ആവണമെന്ന്. എനിക്കെന്താ വേണ്ടതെന്ന്, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്നോ നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഫിനിഷിംഗ് ലൈനിൽ കയ്യും വിരിച്ച് വരുന്ന സന്തോഷം എന്ന് വിചാരിച്ച ഫൂളാണ് ഞാൻ. ഓരോ തവണ മീറ്റിന് ട്രാക്കിൽ ഇറങ്ങുമ്പോഴുണ്ടല്ലോ പേടിയാണ്, എങ്ങനെ രണ്ടാമതായി നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്തിട്ട്. ആ എൻ്റെ ഇമോഷനും ആഗ്രഹവും മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നവളാണ് അവള്, നിത്യ. എല്ലാം തകർത്തിട്ട് വന്നിട്ട് അവസാനം വർത്താനം പറയരുത്. ഞാൻ എന്ത് തകർത്തെന്നാ നീ പറയുന്നത്? അവനവൻ്റെ കുറ്റം മറ്റുള്ളവന് തന്നെ കെട്ടിവെക്കരുത്. എനിക്ക് നിത്യനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു. നിങ്ങളന്ന് വന്ന് തല്ലില്ലേ, അതിലെല്ലാം പോയി. വാപ്പിയമ്മ ആകുമ്പോഴേ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ശാസിക ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. അതിനൊക്കെ മറുപടി പറയേണ്ടതേ 10-15 കൊല്ലം കഴിഞ്ഞിട്ടല്ല. നീ വാ തുറന്ന് ചോദിച്ചിട്ടുള്ള ഏത് കാര്യമാണ് ചെയ്യാതിരുന്നിട്ടുള്ള ഞാൻ? നീ ഇവിടെ ജീവിക്കുന്നത് എൻ്റെ ചെലവിലാണ്. നാട്ടുകാരെ ധരിപ്പിക്കാൻ വേണ്ടി കുറെ കാറ് വാങ്ങിച്ച് മുറ്റത്ത് കൂട്ടിയിട്ടുണ്ട്. മര്യാദയ്ക്കൊന്നും തുപ്പാൻ പോലും സ്ഥലമില്ല. ഈ കൊച്ചിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ല, നീ എന്ത് കാര്യമാണ് അവിടെ ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ നിന്റെ ജീവിതം തുളച്ചു എന്നല്ലേ? നാണമില്ലട നിനക്കിതൊക്കെ പറയാം.